ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ചേട്ടായാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു 3 സവാള കഴുകി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കൂട്ട് പോലെ നമുക്ക് തയ്യാറാക്കണം. അതിനായി അതിലേക്ക് കൂട്ടിനാവശ്യമായ പച്ചമുളക് ഒരു 5 എണ്ണം, ഒരു പിടി കുരുമുളക്, പിന്നെ ഇച്ചിരി കസ്തൂരി മേത്തി ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു സവാള ഏതെങ്കിലും ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കുക. പിന്നെ മല്ലിയില, പിന്നെ നമുക്ക് പെരിഞ്ജീരകം, ഇത്രയുമാണ് വേണ്ടത്. നമ്മൾ ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എക്സ്ട്രാ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഉണക്ക് ഇച്ചിരി എടുത്തിട്ടുണ്ട്. അത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഉണക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് വഴണ്ട് വന്നാലേ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നമ്മൾ സവാള ഞാൻ ഒരു വലിയ ഷേപ്പിലൊക്കെ അങ്ങ് അരിഞ്ഞു കൊടുത്തു. തോന്നുന്ന രീതിയിലാണ് ഞാൻ അരിഞ്ഞത്. നിങ്ങൾ നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. പിന്നെ മുളക് അരിഞ്ഞ് കൊടുക്കുകയോ ഒടിച്ചിടുകയോ, ഇത് ചേട്ടായി അതിലോട്ടോ ചുമ്മാ ഒടിച്ചങ്ങ് കൈ കൊണ്ടിട്ടു. അങ്ങനെ നമ്മൾ നല്ല ഉണക്കമൊന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുക്കണേ, കരിഞ്ഞു പോവല്ല്. ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മങ്ങി വരുന്ന ഉണക്ക്, നല്ല ഉണക്ക് നമ്മളിങ്ങനെ ഇളക്കി വഴറ്റിയെടുത്ത്, എന്നാലേ നമുക്ക് പൊടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതിനകത്ത് ചേരുവകളെല്ലാം ചേർത്തു. എല്ലാം പാത്രത്തിലുണ്ടായിരുന്നതെല്ലാം കൊട്ടി അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ നല്ല ഉണക്ക് അതൊന്ന് വഴറ്റിയെടുക്കുക. ചില്ലറ പരിപാടിയല്ല കേട്ടോ, നല്ല പണിയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല ഉണക്ക് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ, എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഏകദേശം ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നമുക്ക് ഈ വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇത് ഒരു 10 മിനിറ്റെങ്കിലും വേണം നമുക്കതൊന്ന് തണുക്കാൻ വെക്കണം. എന്നാലല്ലേ നമുക്ക് ഇതിലിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതൊന്ന് തണുക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞങ്ങൾ ഇച്ചിരി കൂടെ മല്ലിയില ചേർത്തിട്ടുണ്ട്. ആദ്യം എടുത്തപ്പം ഒന്ന് ചുരുങ്ങിപ്പോയ കണക്ക് തോന്നി. ചൂടടിച്ചപ്പോൾ ഒന്ന് വഴണ്ടപ്പോൾ ഇച്ചിരി ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഞങ്ങൾ ഇട്ടു. അതൊന്ന് നല്ല ഉണക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. കണ്ടോ, നമ്മളുടെ മുമ്പിൽ നമ്മൾ ആദ്യം ഇട്ട കളറല്ലല്ലോ, ഇച്ചിരി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അത് പൊടിക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലാകത്തൊക്കെ കണക്ക് അതിൻ്റെ ഒരു പ്രത്യേക ചേരുവയെന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചേരുവയാണ്. നമുക്കത് നല്ല ഉണക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിൻ്റെ ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. അരഞ്ഞ് വരുന്നേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ഇത് പേസ്റ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് നോക്കാമേ, നല്ല ഉണക്ക് നല്ല പച്ച കളറാണ് കണ്ടാൽ. നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം. നല്ല ഉണക്ക് അരഞ്ഞ് കിട്ടണേ, നല്ല പേസ്റ്റ് പോലെ ഇരിക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ പേസ്റ്റ് രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഉണക്ക് പേസ്റ്റ് രൂപത്തിലായി, കണ്ടോ, നല്ല അതായി. ഇനി നമുക്ക് ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇപ്പം അരച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതൊരു 3-4 എണ്ണം എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതുകൂടെ ഒന്ന് അരച്ച് വെച്ചിരിക്കണം. നമുക്കതും ആവശ്യമാണ്. പിന്നെ നമുക്കൊരു ഞങ്ങളൊരു ചട്ടിയാണ് വെച്ചത്. അത് വെച്ചിട്ട് അതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയൊക്കെ എടുക്കണം. നമുക്കതിന് വേണ്ടി
2 ടീസ്പൂൺ മതി, കൂടുതൽ ഒഴിക്കണമെന്നൊന്നുമില്ല. അത്രയും മതി. ഞങ്ങൾ അന്നേരം അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് നമ്മുടെ ഇതൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പ് ഇട്ട് വരുന്ന ഇതുണ്ടല്ലോ, ഇച്ചിരി ഇട്ടായിരുന്നു. അതിൻ്റെ ബാക്കി നമുക്കുള്ള ഇച്ചിരിയും കൂടെ ഉള്ളായിരുന്നു. ഞാൻ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതൊന്ന് ഇച്ചിരിയേ ഉള്ളൂ, കണ്ടോ, കാണാൻ പോണക്കും ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. അത് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ 3 സവാള അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഒരു ഉപ്പ് നമുക്കൊന്ന് വഴലാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കണേ. നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ ഉപ്പിടുക എന്ന് പറഞ്ഞാൽ. തുള്ളി ഉപ്പിട്ട് നമുക്കൊന്ന് നല്ല ഉണക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഒരു ബ്രൗൺ കളർ പോലെ ആകത്തക്കണക്ക് നമുക്ക് വഴറ്റിയെടുക്കണം. അങ്ങനെ ഏകദേശം വഴണ്ട് വരുന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനിയും നമ്മുടെ ചേരുവ എല്ലാം കൂടെ അരച്ച് വെച്ചില്ലേ, അതുകൂടെ ഞങ്ങൾ ചേർത്തു. അത് ചേർത്ത് ഏകദേശം ഒരു അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇടയ്ക്ക് കുഞ്ഞ് വന്ന് ഗ്യാസേ പണിയായിരുന്നു. അങ്ങനെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയായിരുന്നു. പിന്നെ അത് കത്തിച്ചതാണേ കണ്ടതേ. പിന്നെ നമുക്കതുപോലെ നല്ല ഉണക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുക. പിന്നെ അത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറത്തക്കണക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഉണക്ക് ഇളക്കി കൊടുക്കണേ. അടിക്ക് പിടിക്കില്ല. നമ്മൾ തീ ഇച്ചിരി കുറച്ചിട്ടാലും വേണ്ടിയില്ല. നമ്മൾ നല്ല ഉണക്ക് ഇളക്കി കൊടുത്തുന്നാൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറത്തക്കണക്ക് ചെയ്യുക. ഇടയ്ക്ക് എന്നെ ഒന്ന് ഏൽപ്പിച്ചായിരുന്നു. അതാണ് ആ ചട്ടിയുടെ അടിവശം കരിഞ്ഞിരിക്കുന്ന കണ്ടത്. ഞാൻ ഇളക്കി കൊടുത്തതാണ്. ഞാൻ ഇച്ചിരി തീ ഒന്ന് കൂട്ടിയിട്ടാണ് ഇളക്കിയത്. സവാള വഴണ്ട് വരട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ ഏകദേശം പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇനിയും ചിക്കൻ ഇടാം. ചിക്കൻ ഒരു ദിവസം ഞങ്ങൾ അരപ്പെല്ലാം കൂടെ ഒന്ന് പുരട്ടി നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കി വെച്ചിരുന്നതാണ്. എന്നിട്ട് നമുക്കിത് നല്ല ഉണക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനകത്തോട്ട് ഇച്ചിരി കൂടി ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പ് മുമ്പേ ഇതിന് ഇച്ചിരി ചേർത്തായിരുന്നു. നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ല ഉണക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ഉണക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചൊരു 10 മിനിറ്റ് വെക്കാം. അടച്ച് 10 മിനിറ്റ് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഒത്തിരി തീ കൂട്ടണ്ട. അതിൻ്റെ ഒന്ന് വെന്ത് ചെറുതായിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തന്നെ ഇറങ്ങട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ അത് എല്ലാം കൂടി യോജിച്ച് കിട്ടത്തില്ല. അതിൻ്റെ ആ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഇതൊന്നും ചേർക്കുന്നില്ല. അതിനകത്ത് കുരുമുളകും അങ്ങനെയുള്ള പച്ചമുളകിൻ്റെയൊക്കെ ഇതാണ് വരുന്നത്. അല്ല, നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് അതിന് എല്ലായിടത്തും എരി പിടിക്കണം. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഞങ്ങളതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി നല്ലോണം കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. നമുക്ക് കാണുമ്പോൾ തന്നെ വായി വെള്ളം ഊറുന്നില്ല, വേറൊരു കളറ്. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് പിന്നെയും നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചു. അങ്ങനെ നമ്മളുടെ ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ നമുക്ക് ഇനി ഇച്ചിരി അരപ്പ് ഒഴിച്ച് പാത്രം ഉണ്ടല്ലോ, അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കഷ്ണമൊക്കെ ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടി നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ്. ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി. ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചിനിയും വെക്കണം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണേ. നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ എല്ലായിടത്തും അതിൻ്റെ എരിയും പുളിയൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ലോണക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇനി അതൊന്ന് അടച്ച് ചെറുതായിട്ട് നമുക്ക് വെക്കാം.
ഇടയ്ക്ക് ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ചേട്ടായി ഒഴിച്ചു കൊടുത്ത് വെള്ളം തികഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്കൊന്ന് കുറുകിയോണൊക്കെ ആയിരുന്നു. അന്നേരം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏകദേശം അതിൻ്റെ കളറൊക്കെ കണ്ട് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം അതിൻ്റെ കളറ് കണ്ട് വേറൊരു വെറൈറ്റി കളറാണ്. നമുക്ക് ഒരു പച്ചയല്ല ഒരു മഞ്ഞയല്ല, വേറൊരു നല്ലൊരു കളറാണ്. ഞാൻ ഇടയ്ക്ക് കൈ നീട്ടി ചെന്നിട്ട് പറഞ്ഞു ഉപ്പ് നോക്കട്ടെ, ഇച്ചിരി ചാറൊഴിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇച്ചിരി ചൂടോടിച്ചിരി എനിക്ക് ഒഴിച്ച് തന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ അന്നേരം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല എരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഉപ്പുണ്ടോയെന്നെല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ പറഞ്ഞു എരി കൂടുതലാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ എരിയാണെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തിളയ്ക്കുന്ന കണ്ടോ. നമുക്ക് ഇനിയും 10 മിനിറ്റ് കൂടെ അതൊന്ന് തിളയ്ക്കാനൊന്ന് വേകാൻ വേണ്ടി വെക്കാം. കഷ്ണമെല്ലാം നല്ലോണമൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. കുഞ്ഞ് ഇത് കണ്ടപ്പം തൊട്ട് പറയാം ചിക്കൻ താന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾ പറഞ്ഞു കഷ്ണമൊക്കെ ഒന്ന് വേവിട്ട് വെന്തിട്ട് തരാമെന്ന്. അവൻ ഇങ്ങനെ വന്ന് അടുത്ത് പാത്രം കൊണ്ടൊക്കെ നിൽക്കുവാണ്. അത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോയി നിൽക്കുന്നതുകൊണ്ട് ചേട്ടായിക്ക് ചെയ്യാനൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ അരമുറി നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കുവാണ്. നാരങ്ങ നീരും കൂടെ ഒഴിക്കുമ്പോൾ അതിന് വെറൈറ്റി ആയിട്ട് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കശുവണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കും. അതാണ് അതിൻ്റെ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് നല്ലോണക്ക് ഇനി വേണ്ട അത് ചേർക്കാൻ പോവാണ്. നല്ലോണക്ക് പാല് പോണക്ക് ഇങ്ങനെ നല്ല വെളുത്തിരിക്കുവാണ്. നല്ലോണക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചാറൊക്കെ അതിൻ്റെ കുറുകി വന്നായിരുന്നു. ഇതുകൂടെ ചേർത്തപ്പം വേറൊരു കളറ് പോലെ. നല്ലോണക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ചേർക്കണം. ഞങ്ങൾക്ക് പരുവത്തിനുള്ള ഉപ്പ് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കളയാതെ അതും നമ്മളങ്ങ് കഴുകി ഒഴിക്കുവാണ്. എന്നാൽ അതിൻ്റെ ആ ഒരു കശുവണ്ടി പരിപ്പിൻ്റെയൊക്കെ ഇതല്ലേ, അതുകൊണ്ട് കളയണ്ടെന്ന് വിചാരിച്ച് അതങ്ങ് കഴുകി ഒഴിച്ചു. അങ്ങനെ നമുക്കൊന്ന് നല്ല ഉണക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സേഫായും സുരക്ഷിതമായും ഇരിക്കട്ടെ.